മുഖ്യമന്ത്രി ഇല്ല, ഒന്നുമില്ല. നമ്മൾ അനാഥൻ. ആരാകണം നമ്മുടെ മുഖ്യമന്ത്രി? വി.ഡി. സതീശൻ. ആരും കഴിവുള്ളൂല്ല. ഈ മൂന്നുപേരും കഴിവില്ല. എവിടെ ഒരു പ്രതിപക്ഷം ആയിട്ട് അവരെന്താണ് സമര പരിപാടി ചെയ്തത്? നമസ്കാരം പ്രിയപ്പെട്ട മലയാളി വാർത്താ പ്രേക്ഷകരെ. കഴിഞ്ഞ 2 മാസം നമ്മുടെ കേരളത്തില് തിരഞ്ഞെടുപ്പ് സമയമായിരുന്നു. മലയാളി വാർത്ത തന്നെ ഒരുപാട് പബ്ലിക് ബൈറ്റുകൾ, അതായത് പൊതുജനങ്ങളുടെ അഭിപ്രായം തേടിയിരുന്നു. ആ വിഷയങ്ങൾ ഇതൊക്കെയായിരുന്നു. ആര് നമ്മളെ ഇനി ഭരിക്കണം, ആർക്കാണ് സാധ്യത, ആര് വരണം എന്നതടക്കമുള്ള ചോദ്യങ്ങളായിരുന്നു അന്ന് പൊതുജനങ്ങളോട് മലയാളി വാർത്ത ചോദിച്ചുകൊണ്ടിരുന്നത്. ഇലക്ഷനൊക്കെ കഴിഞ്ഞു, റിസൾട്ട് വന്നു. പക്ഷെ ഇപ്പോൾ ഇതാ നമ്മൾ ആര് മുഖ്യമന്ത്രി ആകണം എന്ന ഒരു ചോദ്യം പൊതുജനങ്ങളോട് ചോദിക്കേണ്ടുന്ന സാഹചര്യം ഇപ്പോൾ സംജാതമായിരിക്കുകയാണ്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യം ഒക്കെ നമുക്കറിയാം. 3 പേരാണ്: രമേശ് ചെന്നിത്തല, കെ സി വേണുഗോപാൽ, വി.ഡി. സതീശൻ. അങ്ങനെ 3 പേരാണ് മുഖ്യമന്ത്രി ആകാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്നത്. അപ്പോൾ പൊതുജനങ്ങൾക്ക് ഇവരിൽ ആരാകണം മുഖ്യമന്ത്രി എന്നാണ് നമ്മൾ ചോദിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ജനങ്ങളോട് ചോദിക്കാം, ആരാകണം നമ്മുടെ മുഖ്യമന്ത്രി? വി.ഡി. സതീശൻ. എന്തുകൊണ്ട് വി.ഡി. സതീശൻ? നല്ലൊരു പ്രവർത്തനമായിരുന്നു. കോൺഗ്രസ് അതപ്പതിച്ചു കിടന്ന സമയത്ത് ഇത്രയും നല്ലൊരു ഉന്നതിയിൽ കൊണ്ടുവന്ന ഒരു വ്യക്തിയല്ലേ വി.ഡി. സതീശൻ തന്നെയാണ് മുഖ്യമന്ത്രിയാകുന്നത്. ഈ തമ്മിൽ പോര് കാണുമ്പോ ഒരു നമ്മളോട് ഇതൊക്കെ തന്നിലുള്ള തന്നെ പാർട്ടിയിൽ പണ്ടേ ഉള്ളതാണ്. ഈ പാർട്ടി നശിക്കാൻ പ്രധാന കാരണം അത് തന്നെ. പണ്ടേയുള്ള അടിയാണിത്. അപ്പോ അത് ആരെങ്കിലും ഒരാളൊന്ന് സംയമനം പാലിക്കേണ്ടതായിരുന്നു അല്ലേ? ഞാൻ ആകുന്നില്ല, ഇന്ന ആളായിക്കോ എന്ന് പറയേണ്ടതായിരുന്നു ഈ 3 പേരിലല്ലേ? അല്ല, ഇപ്പൊ വി.ഡി. സതീശൻ 3 പേരെന്നുള്ളതല്ല. വി.ഡി. സതീശൻ ആണല്ലോ ഇപ്പൊ എം.എൽ.എ. ആയിട്ട് നിന്ന് മത്സരിച്ച് ജയിച്ചത്. അദ്ദേഹം എം.പി. അല്ലേ? അദ്ദേഹത്തിന് ഇനിയിപ്പോ മന്ത്രിയാവണമെങ്കിൽ തന്നെയും കുറച്ച് ദിവസം കഴിഞ്ഞാൽ പിന്നെ മാറി നിന്ന് വോട്ട് ജയിച്ചാലല്ലേ മന്ത്രിയാവാനൊക്കെ. അതുകൊണ്ട് വി.ഡി. സതീശൻ തന്നെ വരണം. കേരള ജനതയുടെ മൊത്തം അഭിപ്രായം. ചേട്ടാ, വി.ഡി. സതീശൻ ആകണോ, ആർ.സി. ആകണോ, കെ.സി. ആകണോ, ആരാകണം? ആരും കഴിവുള്ളൂല്ല. ഈ 3 പേരും കഴിവില്ല. എവിടെ ഒരു പ്രതിപക്ഷം ആയിട്ട് അവരെന്താണ് സമര പരിപാടി ചെയ്തത്? ജനങ്ങൾ നടത്തിട്ട് ജയിപ്പിച്ചല്ല, വേറെ ഒന്നുമില്ല. ഈ ഒരു അടി കാണുമ്പോ, ഈ തമ്മിൽ പോര് കാണുമ്പോ ഒരു വിജയിപ്പിച്ചത് തെറ്റായി പോയെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും. എന്ത് സംശയം? തീർച്ചയായിട്ടും ഞാൻ ജയിപ്പിച്ചില്ല, ജനങ്ങള് ജയിപ്പിച്ച് തെറ്റായി പോയി. അങ്ങനെ തോന്നുന്നുണ്ട്. തീർച്ചയായിട്ടും. അപ്പോ വീടി ആർക്കാണ്? നമ്മൾ ആരും പേര് പറയുന്നില്ല. ആരായാലും ആയിക്കോട്ടെ, അവരെ തീരുമാനിക്കും ആരാണ്. എന്നാലും നമുക്കൊരു ആഗ്രഹം ഉണ്ടാവില്ല, ഇന്ന വ്യക്തി തന്നെ വരണം. ഇപ്പൊ എല്ലാം ഒരുപോലെ വലിയ വ്യത്യാസം. യഥാർത്ഥ നല്ല പാർട്ടികളൊന്നും എല്ലാം പുറത്തായി പോയി. നല്ല പാർട്ടികളൊന്നും ഇതിനകത്ത് വന്നിട്ടില്ല. ഈ ഭരണമാറ്റത്തിൽ സന്തോഷമാണോ, അതോ ഭരണമാറ്റത്തിൽ സന്തോഷമാണോ, അതോ ഭരണം തുടരണമായിരുന്നോ? എന്താണ് അഭിപ്രായം? അത് നല്ല കാര്യം തന്നെ. എന്തെങ്കിലുമൊക്കെ ചെയ്യലാണ്. സ്ത്രീകൾക്ക് തന്നെ ബസ്സിലെ ഫ്രീ കൊടുക്കാൻ പോവാണ്, കംപ്ലീറ്റ് ഫ്രീ. 1. 2, പിന്നെ സ്ത്രീകള് പെൺകുട്ടികൾക്ക്, ഞാൻ അധ്യാപകന്, കോളേജ് പഠിക്കുന്ന പിള്ളേർക്ക് 1000 രൂപ വെച്ചാൽ കൊടുക്കുന്നത് മാസം. ഇപ്പം 12 മാസം ആകുമ്പോൾ 12,000 രൂപ കിട്ടും. 1000 മാസം 1000 രൂപ വെച്ച് കിട്ടുമ്പോൾ ഈ 1000 രൂപ അവരെന്താ ചെയ്യുന്നതെന്ന് ആലോചിച്ച് വെക്കും. അത് നല്ല ഹാപ്പി ആയിരിക്കും. അവർ തീർച്ചയായിട്ടും ഒരു ദിവസം മുടങ്ങാതെ കോളേജിൽ പോകും, അല്ലെങ്കിൽ സ്കൂളിൽ പോകും. അപ്പൊ അത് നല്ല കാര്യം തന്നെ. പക്ഷെ ശരിക്കും നടക്കുമെന്ന് അറിഞ്ഞൂടാ എന്തായാലും. ഈ 3 പേരിൽ ആർക്കാണ് ഒരു മുൻതൂക്കം, ഒരു മുഖ്യമന്ത്രി? ഈ പൊതുജനമൊക്കെ വീഡിയാണ് വരണമെന്ന് പറയുന്നുണ്ട്. അപ്പൊ വീടിക്ക് തന്നെയാണ് ജനങ്ങളുമായിട്ട് നല്ല സമ്പർക്കമുണ്ട് പുള്ളി. മറ്റുള്ളവരുമായിട്ട് അധികം ഇല്ല. ഇപ്പം രമേശ് ചെന്നിത്തല വരണമെന്ന് ആഗ്രഹമുണ്ട്, നല്ലതായിരുന്നു. പക്ഷെ പുള്ളിയൊക്കെ ഔട്ടല്ലേ, അവരൊന്നും എടുക്കുന്നില്ലല്ലോ. നല്ല പാർട്ടികളെല്ലാം ഔട്ടായി പോയി. പ്രതീക്ഷ ഉണ്ടായിരുന്നു. അപ്പോ നമ്മൾ ആദ്യം തന്നെ ചോദിച്ച വ്യക്തിക്ക് വി.ഡി. സതീശൻ മുഖ്യമന്ത്രി ആയാൽ മതി എന്നാണ്. അപ്പോ നമുക്ക് മറ്റ് കുറച്ച് പേരോട് ചോദിക്കാം. വി.ഡി. സതീശൻ. എന്തുകൊണ്ട് വി.ഡി. സതീശൻ? പാർട്ടി പട നയിച്ചവൻ തന്നെ നാട് ഭരിക്കട്ടെ അല്ലെ? അപ്പോ പെട്ടെന്നൊരു നല്ലൊരു ആഘോഷിക്കേണ്ട സമയമാണ്, വിജയം ആഘോഷിക്കേണ്ട സമയമാണ്. പക്ഷെ വിജയത്തിനൊക്കെ ഒരു തിളക്കമേറ്റില്ലേ ഈ ഒരു അടി? അപ്പൊ ഇത് അണികൾക്കൊക്കെ വലിയൊരു വിഷമം, പ്രത്യേകിച്ച് കേരളത്തിലെ അണികളെ വിട്ടാൽ കേരളത്തിലെ ജനത്തിന് ഇത് വലിയൊരു വിഷമമായിട്ടുള്ള സാഹചര്യം അല്ലേ?
അപ്പോ വി ഡി സതീശൻ ഇപ്പൊ ആയില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ആയില്ല എന്നൊരു സാഹചര്യം വരികയാണെങ്കിൽ എന്തായിരിക്കും ഒരു പ്രതികരണം? ഇല്ലെങ്കില് പുള്ളിയൊരു നല്ല പാർട്ടി പ്രവർത്തനം വി ഡി സതീശൻ തന്നെ ആകണമെന്നാണ് ആഗ്രഹം. അങ്ങനെയൊന്നുമില്ല, താല്പര്യമൊന്നും ഇല്ല. ആരായാലും കുഴപ്പമില്ല. ആരായാലും കുഴപ്പമില്ല. ഭരണമാറ്റത്തിൽ എന്ത് തോന്നുന്നു? ഇതൊരു മുഖ്യമന്ത്രിയായി നമ്മള് ഭരിക്കുമ്പോഴേ മറ്റൊരു ജനങ്ങളോട് ഒരു നല്ല പെരുമാറ്റം, നല്ല ഇതൊരു മുഖ്യമന്ത്രി ആയിട്ടില്ലല്ലോ, അപ്പൊ ആ ഒരു വിഷമമുണ്ടോ? നമ്മള് ജയിപ്പിച്ചതാണ്, അപ്പൊ ഇതൊരു മുഖ്യമന്ത്രി നമ്മളെ ഒരു വോട്ടല്ലേ, ആരായാലും കൊടുക്കുക. ചേച്ചി ആരാകണം മുഖ്യമന്ത്രി? ആരായാലും കുഴപ്പമില്ല. ഇപ്പൊ 3 പേര് മത്സരിക്കുകയാണ് ഈ മുഖ്യമന്ത്രി ആകാൻ വേണ്ടിട്ട്. വി ഡി സതീശൻ വരണമെന്നാണ്. എന്തുകൊണ്ടാണ് വി ഡി സതീശൻ വരണമെന്ന് ആഗ്രഹിക്കുന്നത്? എല്ലാരും പറയും നല്ല ആളാണ് എന്ന് പറയുന്നത്. വി ഡി സതീശൻ വരണമെന്ന്. ഇപ്പോ സ്ത്രീകൾക്കൊക്കെ സൗജന്യ ബസ് യാത്ര വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അല്ലെ? അപ്പൊ അതൊരു ശമ്പളം പോലും കൊടുക്കാനില്ല, പൈസ കൊടുക്കുന്നില്ല. അപ്പൊ പിന്നെ ആ സൗജന്യൊന്നും വേണ്ട, പറഞ്ഞെന്നുള്ള ഇതേ ഉള്ളൂ. നല്ല ഒരു പെരുമാറ്റം, നാട് നന്നാക്കണം. പിന്നെ ഒരു ഇതുകൊണ്ട് കൂടെ ഉണ്ട്, അത് നടക്കൂല. മന്ത്രിയെ കൊണ്ട് ഈ കുഞ്ഞു പിള്ളേരെ പീഡിപ്പിക്കുന്ന കേസ്, അതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാകണം. അത് നിയന്ത്രിക്കണം. അത് മാത്രമേ നല്ലത്. നല്ലതാണ്. നമ്മൾ വോട്ട് ചെയ്ത് നമ്മളെ സൗജന്യ യാത്രയ്ക്കൊക്കെ സഹായിക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് നിലനിലയിൽ വന്നാൽ നല്ലത് തന്നെ. എന്നു വെച്ചാൽ നമുക്ക് പെണ്ണുങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങളൊക്കെ പറയുകയല്ലേ, നല്ല മുഖ്യമന്ത്രി അടി ഇങ്ങനെ കൂടുമ്പോ എങ്ങനെയാണ് സൗജന്യ യാത്രയൊക്കെ നടപ്പിലാക്കല്ലേ? ആരാണ് ആകുന്നുള്ളത് നമുക്ക് തീരുമാനം എടുക്കുമെന്ന് പറഞ്ഞു വാർത്തയില്. ആരാകുന്ന കണ്ടെന്നെ അറിയാമോ? ആരാകണം? വി ഡി സതീശനുണ്ട്, രമേശ് ചെന്നിത്തലുണ്ട്, കെ സി വേണുഗോപാലാണ്. രമേശ് ചെന്നിത്തലയെക്കാട്ടി സതീശ് വി ഡി സതീശൻ വരണമെന്നാണ് ആഗ്രഹം. എന്തുകൊണ്ട് അങ്ങനെ? കാരണം ഇത്തവണ അദ്ദേഹമായിരുന്നു പ്രതിപക്ഷ നേതാവും, അതുപോലെ ഈ ക്യാമ്പയിൻ മുഴുവൻ ലീഡ് ചെയ്ത അദ്ദേഹമല്ലേ. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായി അദ്ദേഹം വരണമെന്നാണ് ആഗ്രഹം. രമേശ് ചെന്നിത്തലയും നല്ല കാൻഡിഡേറ്റ് ആയിരുന്നു. കഴിഞ്ഞ തവണ അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നു. പക്ഷെ അത്തവണ എന്തുകൊണ്ട് ഭാഗ്യക്കേട് കൊണ്ട് അദ്ദേഹം ജയിച്ചില്ല. അപ്പൊ അതുകൊണ്ട് ഇത്തവണ പ്രതിപക്ഷ നേതാവെന്ന നിലയ്ക്കും ക്യാമ്പയിൻ ലീഡ് ചെയ്ത ആളെന്ന നിലയ്ക്കും വി ഡി സതീശൻ വരണമെന്നാണ് ആഗ്രഹം. ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു പൗരൻ എന്ന രീതിയിൽ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പോരിനെ എങ്ങനെ വിലയിരുത്തും? ആ സത്യം പറഞ്ഞ വോട്ട് ചെയ്തവരെ കളിയാക്കുന്ന പോലെയാണ്, ഒരുതരം അവഹേളിക്കുന്ന പോലെയാണ്. കാര്യം എത്ര നേരത്തെ അവർ സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി നീണ്ടുപോകുന്നിടത്തോളം വോട്ട് ചെയ്തവർക്ക് ഇതൊരു ഡിസിഷൻ മണ്ടൻ ഡിസിഷൻ ആയിരുന്നു എന്ന് തോന്നുന്നു. അതിപ്പോ ഇപ്പൊ തന്നെ അത് പറഞ്ഞു തുടങ്ങി. അതെ, അങ്ങനെ ഒരു തോന്നൽ വരും. അപ്പൊ വി ഡി സതീശൻ നയിക്കട്ടെ. അതെ, ഓൾറെഡി അയാളാണല്ലോ ക്യാമ്പയിൻ ലീഡ് ചെയ്തത്. സോ അദ്ദേഹം വരട്ടെ എന്നാണ് എന്റെ അഭിപ്രായം. ആരാണ് യോഗ്യൻ? അല്ല, അധ്വാനിച്ച ആള് പടം നയിച്ചവൻ. പിന്നെ മറ്റുള്ളവർക്ക് അവരും ഇതിന്റെ നേതാക്കളായിരുന്നു, തള്ളിക്കളയാൻ പറ്റില്ല. അവർക്ക് അവർക്ക് അനുയോജ്യമായ രീതിയിലുള്ള അംഗീകാരം അവർക്ക് കിട്ടണം. ഇപ്പോഴത്തെ നേതാവെന്ന വി ഡി സതീശനായിരിക്കും ഉചിതം. പ്രശ്നങ്ങളൊന്നും ഒതുക്കി എത്രയും പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ അത്രയും നല്ലത്. ഈ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള അടി വലിയൊരു തിളക്കം, ആ ഒരു വിജയത്തിന്റെ തിളക്കം ഒക്കെ നശിപ്പിച്ചിരിക്കുന്നു. അതെല്ലാം പോയി. അതിന്റെ ആൾക്കാർക്ക് ഒരു ആരവം ഉണ്ടായിരുന്നു, അപ്പൊ അതെല്ലാം പോയി. അണികൾക്ക് വരെ ഒരു നിരാശയായിട്ട് മാറി. അണികൾക്ക് എല്ലാം നിരാശയായി. അപ്പൊ ഈ 3 പേരിൽ ആരാണ് ശരിക്കും മാറി നിൽക്കേണ്ടത്? ഒന്ന് മാറി നിൽക്കാനുള്ള ഒരു മനസ്സ് കാണിക്കേണ്ടത് ആരായിരുന്നു? ഇതിപ്പോ ഈ MP എന്നുള്ളതിലേക്ക് ആരും ഇലക്ഷന് സമീപിക്കണമെന്നൊരു ഇതുണ്ടായിരുന്നല്ലോ. അപ്പൊ അവരൊക്കെ മാറി നിന്ന് കൊടുക്കുക, ബാക്കിയുള്ളവർ നിൽക്കട്ടെ, ബാക്കിയുള്ള ആൾക്കാർ വരട്ടെ എന്ന് പറയാൻ. അവർ മാറിയിരിക്കുന്നതാണ് നല്ലത്. മാറി നിന്നിട്ട് അവര് ഇതിന്റെ ബാക്കി കൺട്രോളിങ് എല്ലാം അവർ ചെയ്യുന്നതാണ് നല്ലത്. ഒരു പൗരൻ എന്ന രീതിയിൽ ഈ മുഖ്യമന്ത്രി പദത്തിലേക്ക് ആളെ നിയമിക്കുന്നത് വൈകുന്നതിൽ എന്താണ് തോന്നുന്നത്? ഈ പോരൊക്കെ കാണുമ്പോ എന്ത് തോന്നുന്നു ഒരു പൗരൻ എന്ന നിലയിൽ? വോട്ട് ചെയ്ത ആൾക്കാർക്ക് മടുപ്പായി കഴിഞ്ഞല്ലോ. ഇലക്ഷൻ ഇനി ആരും പോകുമെന്നൊരു തോന്നാത്ത അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവര് തന്നെ തീരുമാനിക്കട്ടെ. ഇല്ലെങ്കിൽ ഇനി ഒരു സൊല്യൂഷൻ, എന്റെ സൊല്യൂഷൻ ഞാൻ പറയാം, പ്രിയങ്ക ഗാന്ധിയെ മുഖ്യമന്ത്രിയാക്കുക. അപ്പൊ അവരെ അടികളെല്ലാം മാറും. ഇല്ലെങ്കിൽ കെ മുരളീധരൻ സാറിനെ ആക്കുക, അടിയങ്ങ് മാറും. അതാണ് നല്ലത്, ഏറ്റവും നല്ലത്. മുരളീധരൻ ചെയ്യാക്കുന്നത് നല്ല ഫൈറ്റിംഗ് നടന്ന് ജയിച്ച ആള്. പുള്ളി അടികൂടാൻ വന്നിട്ടില്ല. ഇല്ല,
മുരളീധരൻ സാറാണ് ഏറ്റവും നല്ലത്. അതങ്ങ് നിയമിക്കുന്നതാണ് ഏറ്റവും നല്ലത്. രമേശ് ചെന്നിത്തല വേണം. അവരടി തീരട്ടെ, എന്നിട്ട് അവര് തന്നെ തീരുമാനിക്കും. നമ്മൾ വോട്ട് ചെയ്തതാണ്, നമ്മളാണ് വിജയിപ്പിച്ചു വിട്ടത്. അപ്പോ നമുക്ക് പറയാനുള്ളൊരു അവകാശമുണ്ട്. ആർക്കാണ് ഒരു മുൻതൂക്കം? പ്രത്യേകിച്ച് ആരുമില്ല, ആരും ആകണമെന്നില്ല. അപ്പൊ ഭരണമാറ്റത്തേക്ക് എങ്ങനെ വിലയിരുത്തുന്നു? അതും പ്രത്യേകിച്ചൊന്നുമില്ല. ചേച്ചി, മുഖ്യമന്ത്രിയായിട്ട് ആര് വേണം? ആര് വരണം? രമേശ് ചെന്നിത്തല. എന്തുകൊണ്ട് രമേശ് ചെന്നിത്തല? അയാളൊരു നല്ല വ്യക്തിയാണ്. ആ. അതുകൊണ്ട് അയാൾ അപ്പൊ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്നു 5 വർഷം. ആൾക്കാണ് ഒരു മുൻതൂക്കം ഉള്ളത്. അപ്പോ ആരായാലും കുഴപ്പമില്ല. കുഴപ്പമില്ല, രമേശ് ചെന്നിത്തല വരണമെന്നാണ്. ഈ സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്രയൊക്കെ പറഞ്ഞിരുന്നു, അതിനെപ്പറ്റി എന്ത് തോന്നുന്നു? നടപ്പിലാൻ അതല്ലേ ബസ് യാത്ര കൊടുക്കുമായിരിക്കും. ഇപ്പൊ നമുക്ക് ബസ് യാത്രയുടെ ആവശ്യമില്ല. ഇപ്പൊ അവർക്ക് KSRTC നഷ്ടത്തിലല്ലേ ഓടുന്നത്. എന്റെ അഭിപ്രായത്തില് സ്ത്രീകൾക്ക് അങ്ങനെ ബസ് യാത്ര സൗജന്യമായിട്ട് സ്ത്രീകൾക്ക് എന്നല്ല ആർക്കും കൊടുക്കേണ്ട ഒരു കാര്യമില്ല. ഇത്രയും സൗജന്യമായിട്ട് കൊടുക്കുമ്പോ അവരെ ഒന്നാമതിപ്പം ഖജനാവ് കാലിയാണ്. അതുകൊണ്ട് ഇനിയിപ്പോ അത് കൊടുക്കണ്ടെന്നാണ് എന്റെ അഭിപ്രായം, എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. ഇപ്പൊ അതിന് അവർക്ക് എത്ര കോടി നഷ്ടമാവും ഇത്രയും ആൾക്കാർക്ക് സ്ത്രീ ആയിട്ട്. അപ്പൊ എന്തായാലും അവർക്ക് പൈസ ഉള്ളത്, ഗവൺമെന്റ് ജോലിക്കാർ അവരെല്ലാവർക്കും പൈസ ഉള്ളവരല്ലേ. ഇപ്പൊ 10 രൂപ ആയിരിക്കും, അല്ലെങ്കിൽ 20 രൂപ ആയിരിക്കും. ബസ്സിന്റെ പൈസ അവർ കൊടുത്തു പോട്ടെ, അതാണ് എന്റെ അഭിപ്രായം. ചേച്ചിക്ക് ആരാകണം? അഭിപ്രായമൊന്നുമില്ല, കുഴപ്പമില്ല. ആരാകണം നമ്മുടെ മുഖ്യമന്ത്രി? 3 പേര് തമ്മിൽ പോരാണ്. അതിന് സംശയം തോന്നുന്നു. എന്തുകൊണ്ട് വി ഡി സതീശൻ? 5 വർഷം കോൺഗ്രസ് തകർന്നടിഞ്ഞ് കിടന്നപ്പോ കോൺഗ്രസിനെ ഇന്ന് കാണുന്ന ഈ UDF 1 or 2 സീറ്റ്സ് ആക്കിയത് UDF ടീമാണ്. പക്ഷെ VD ആണ് അത് മുന്നിൽ നിന്ന് നയിച്ചത്. പിന്നെ 3 or 4 ബൈ ഇലക്ഷൻസ് കണ്ടിന്യൂസ്ലി വിൻ ചെയ്തു. എക്സിറ്റ് പോൾസിന് പോലും പറയാൻ പറ്റാത്ത അത്രയും സീറ്റ് കിട്ടി. എക്സിറ്റ് പോൾസ് പോലും അറൌണ്ട് 80 പറഞ്ഞപ്പോ മോർ ദാൻ 100 പോയി. പിന്നെ VD ഒരു നല്ല റീഡിങ് ഹാബിറ്റ് ഉള്ള ഒരാളാണ്, ഒരു വിഷൻ ഉള്ള ഒരാളാണ്. പിന്നെ ഈ കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ പ്രസന്റ് ചെയ്യാൻ അറിയാം. അപ്പൊ VD തന്നെ ആവണം. അതിനിപ്പം കേരള ജനതയ്ക്കൊരു സംശയമില്ല, കോൺഗ്രസിനാണ് സംശയം. നേതൃത്വത്തിനാണ്. കേരള ജനത മാൻഡേറ്റ് കൊടുത്തു കഴിഞ്ഞു. അപ്പൊ VDയുടെ പേര് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി VD അല്ല എന്നാണെങ്കിൽ എന്ത് തോന്നുന്നു? VD അല്ലെങ്കിൽ ഇപ്പൊ എന്ത് തോന്നാൻ, നമുക്ക് അതിൽ പ്രശ്നമൊന്നുമില്ല. VD അല്ലെങ്കിൽ മറ്റൊരാള്. പക്ഷെ എന്റെ ഒരു ചോയ്സ് VD ആണ്. രമേശ് ജി ആണെങ്കിലും സീനിയർ ആണ്. കഴിഞ്ഞ പ്രാവശ്യം ചീഫ് മിനിസ്റ്റർ ആകേണ്ട ആളാണ്. പക്ഷെ ആ ഒരു കോവിഡിന്റെ ഒക്കെ ആ ഒരു കാര്യത്തില് LDFന്റെ ഗ്രാഫ് കുറച്ച് ഉയർന്നപ്പോ പറ്റിപ്പോയതാണ്. രമേശ് ജി ആണെങ്കിലും കുഴപ്പമില്ല. ആരാകണം കേരളത്തിന്റെ മുഖ്യമന്ത്രി? വി ഡി സതീശൻ. എന്തുകൊണ്ട്? ഇന്ന് ഈ മരണശൈലിയിൽ കിടന്ന കോൺഗ്രസിന് ഉയർത്തെഴുന്നേൽപ്പിച്ചു കൊണ്ടുവന്നത് വി ഡി സതീശനാണ്. അധ്വാനിച്ചവന് ഫലം കിട്ടണം. അദ്ദേഹം കോൺഗ്രസിന്റെ ജീവാത്മാവും പരമാത്മാവുമാണ്. പാർട്ടിക്ക് വേണ്ടി അങ്ങേറ്റം അധ്വാനിച്ച ആളാണ്. അതുകൊണ്ട് വി ഡി സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. ഈ തമ്മിലടി കാണുമ്പോ എന്ത് തോന്നുന്നു? നമ്മൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചവരാണ് ഈ തമ്മിലടിക്കുന്നത്. അപ്പൊ എന്ത് തോന്നുന്നു അത് കാണുമ്പോൾ? വളരെയധികം വിഷമം തോന്നുന്നു. വിഷമമുണ്ട്. എല്ലാ കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും വിഷമമുണ്ട്. പാർട്ടി വ്യത്യാസമുണ്ട്. ഇതിലും ഭേദം LDF സർക്കാരാണെന്ന് തോന്നലുണ്ടോ? അതൊരിക്കലും ഇല്ല. ആരാകണം നമ്മുടെ മുഖ്യമന്ത്രി? എന്തുകൊണ്ട്? നിലപാടുകളുടെ രാജകുമാരനായതുകൊണ്ട്. KCയും RCയും ഒക്കെ ഈ ഒരു മത്സരത്തിൽ നിന്ന് സ്വയമേ പിന്മാറേണ്ട സമയം കഴിഞ്ഞില്ല, അങ്ങനെ തോന്നുന്നുണ്ടോ? തീർച്ചയായും ഇത്രയും വലിയൊരു നീട്ടല് ആവശ്യമില്ലായിരുന്നു. ഒന്ന് മാറിക്കൊടുക്കാമായിരുന്നു. RCയിലാരും എനിക്കറിയില്ല. KC ഒരു ഇതുമില്ലാത്തൊരു മനുഷ്യൻ. ഇവിടെ ഇപ്പൊ ഇലക്ഷൻ വന്നാൽ 2 ഇലക്ഷൻ വരില്ലേ? ചെലവ് നമ്മളെ പോലുള്ളവരുടെ തലയിലല്ലേ? അപ്പൊ നേരത്തെ തന്നെ വേണമെങ്കിൽ അത് തീർച്ചയായും പുള്ളിയുടെ നിലപാട് അങ്ങനെ വരുന്നുണ്ടോ? പുള്ളി ഇപ്പൊ മാറ്റി പറഞ്ഞല്ലോ. നേതൃത്വം ഒരു അലംഭാവം കാണിക്കുന്നുണ്ടോ തോന്നുന്നുണ്ടോ ഈ ഒരു വിഷയത്തില്? വല്ലാതെ അതുകൊണ്ടാണല്ലോ നീണ്ടു പോണത്. മുഖ്യമന്ത്രിയില്ല, ഒന്നുമില്ല. നമ്മൾ അനാഥൻ. തെരഞ്ഞെടുത്ത ജനങ്ങളാണ് പറയാനുള്ള. അങ്ങനെ ജനം പറഞ്ഞു തുടങ്ങി. ഈ പോര് കാണുമ്പോ എന്ത് തോന്നുന്നു? ഈ പോര് തമ്മിലടിയൊക്കെ കാണുമ്പോ തമ്മിലടിയിലുള്ള അദ്ദേഹം കിട്ടുമ്പോൾ തമ്മിലടി എത്രയും പെട്ടെന്ന് തീരുമാനമാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്നത്. എന്ന് വരും ആരാകണമെന്നാണ് തോന്നുന്നത്? ഈ RC VD KC നിൽക്കുമ്പോ ആരാകണം എന്നാണ്? തെരഞ്ഞെടുക്കപ്പെട്ട MLA-മാരെന്ന് ഒരാളെ തെരഞ്ഞെടുക്കണം. MLA-മാര്. അപ്പൊ VDക്കാണ് മുൻതൂക്കം. ആരൊക്കെ ചെന്നിത്തലയിലെ
സീനാരിറ്റി ഉണ്ട് എന്ന് വെച്ചാൽ സതീശ് അയോഗ്യനല്ലേ. അപ്പൊ എന്തായാലും നമ്മളിപ്പോ ഒരുപാട് പേരോട് അഭിപ്രായം ആരാഞ്ഞു. എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുകയാണ് VD സതീശൻ തന്നെ മുഖ്യമന്ത്രി ആകണമെന്നാണ്. അപ്പോ ജനങ്ങൾക്കൊക്കെ, അതായത് ജനങ്ങൾക്കിടയിലെ ഒരു നിലപാടുകളുടെ രാജകുമാരൻ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് എന്നതിലുപരി അദ്ദേഹം ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തണമെന്ന ഒരു ചിത്രം ഇതിനോടകം തന്നെ ജനങ്ങളുടെ മനസ്സിൽ പതിഞ്ഞു കഴിഞ്ഞു. ഇനി എന്താണ് ഹൈക്കമാൻഡ് എടുക്കുന്ന തീരുമാനം, ആരാണ് ഇനി കേരളത്തിന്റെ മുഖ്യമന്ത്രി ആകാൻ പോകുന്ന വ്യക്തി ആരാണ് എന്നതൊക്കെ ഇനി എന്തായാലും കാത്തിരുന്ന് കാണാം. ജനങ്ങളുടെ ഒരു അഭിപ്രായം ഇതാണ്.